ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ വമ്പൻ റെയ്ഡ് പൂർത്തിയായി. കാണാതായ അഷ്ടദിക് പാലകരെ കണ്ടെത്തി. ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ട്രോങ് റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടറും എത്തിയ ശേഷം അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് വ്യാപിപ്പിക്കും എന്നാണ് അറിയുന്നത്. ശബരിമലയിലെ കൊടും കൊള്ളക്കാർ എല്ലാം കൊടുങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത്. വിശദമായി നോക്കാം. ശബരിമലയിലെ പഴയ കൊടിമരത്തിൽ നിന്നും കാണാതായ അഷ്ടദിക് പാലകരെ ഒടുവിൽ കണ്ടെത്തി. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തിയ നിർണായക പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ പുണ്യശില്പങ്ങൾ. സംഭവത്തിൽ അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന ചെറിയ ശില്പങ്ങളാണ് അഷ്ടദിക് പാലകർ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇവ എവിടെയാണെന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രി 1:30 സന്നിധാനത്ത് SIT നടത്തിയ പരിശോധനയിലാണ് സ്ട്രോങ് റൂമിലെ ഒരു മൂലയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഇവ കണ്ടെത്തിയത്. ഇവ സ്വർണത്തിൽ തീർത്തവയാണോ അതോ ലോഹക്കൂട് ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വർണ്ണക്കൊള്ള കേസിലെ ഗൗരവം കണക്കിലെടുത്ത് വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ SIT ശുപാർശ നൽകിയെന്നാണ് സൂചന. തൃശൂർ സ്വദേശിയായ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ പ്രതികളെ കുടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. സന്നിധാനത്തെ ദേവസ്വം ഓഫീസുകളിലും സ്ട്രോങ് റൂമുകളിലും SIT നടത്തിയ പരിശോധന ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. ED നടത്തിയ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയ്ക്ക് പിന്നാലെ SITയും തെളിവുകൾ കണ്ടെത്തിയത് പ്രതികളായ ഉദ്യോഗസ്ഥർക്കും CPM രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയ തിരിച്ചടിയാണ്. അഷ്ടദിക് പാലകരെ ആര് എപ്പോൾ ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിലേക്ക് മാറ്റി എന്നതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന സൂചനയാണ് SIT നൽകുന്നത്. സന്നിധാനത്തെ പരിശോധനകളിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളും കൊല്ലം കോടതിയിൽ ഹാജരാക്കുന്നതോടെ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെയുള്ളവ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. വിവരങ്ങൾ ക്രോഡീകരിച്ച ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുക, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുക തുടങ്ങിയ നടപടികളും അടുത്ത ഘട്ടത്തിൽ ഉണ്ടായേക്കാം. അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ റെയ്ഡുകളിലൊന്നാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഒരേ സമയം 21 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം പരിശോധന നടത്തി. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലായി നടന്ന റെയ്ഡിൽ 110 ED ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. അതേസമയം പത്മകുമാർ ഉൾപ്പെടെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഉൾപ്പെടെ 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയുന്നു. പത്മകുമാറിന് പുറമെ കേസിൽ പ്രതികളായ മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ഹർജികളിലാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കുക. കേസിൽ തങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുമാണ് പ്രതികളുടെ വാദം. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മോഷ്ടിച്ച കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിരുന്നു. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഇയാൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. എന്നാൽ സ്വർണ്ണക്കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതരാകാൻ കഴിയില്ല. സന്നിധാനത്തെ അതീവ സുരക്ഷയുള്ള മേഖലയിൽ നിന്ന് സ്വർണം കടത്തിയെന്ന ഗൗരവകരമായ കേസിൽ ഉന്നതർ ഉൾപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇന്നത്തെ ഹൈക്കോടതി വിധി കേസിന്റെ ഭാവി അന്വേഷണത്തിൽ നിർണായകമാകും.